Hello students, now we can see a relationship between uniform continuity and Cauchy sequences. Suppose that we are given a function f from a to r which is uniformly continuous. The exact statement is like this: if f from a to r is uniformly continuous on a subset A of R, and if sequence xn is a Cauchy sequence, then അത് എവിടുത്തെ സീക്വൻസ് ആണ്? xn ആകുമ്പോൾ എയിലെ സീക്വൻസ് ആണ്. Cauchy sequence in A. Then the image sequence f of xn. xnകൾ എയിലെയാണ്, നമുക്ക് f of xnകൾ കണ്ടുപിടിക്കാം. അത് അതിൻ്റെ കോഡൊമൈനിൽ വരും. Sequence f of xn is Cauchy. അപ്പോൾ ആർഗ്യുമെന്റ്സ് Cauchy ആണെങ്കിൽ ഇമേജസ് ഈസ് എ Cauchy സീക്വൻസ്. അതെവിടെയാണ്? f of xnകൾ ഇവിടെയാണ് കിടക്കുന്നത്, ഈ ആറിൽ. ഈസ് എ Cauchy സീക്വൻസ് ഇൻ ആർ. xn Cauchy ആണെങ്കിൽ f of xn Cauchy ആകാം, എപ്പോഴും പറ്റത്തില്ല. ആ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. f from a to r is uniformly continuous on A implies every Cauchy sequence in A gives a Cauchy sequence of the images in R. xn Cauchy implies f of xn is Cauchy. First we assume that for the proof of the theorem, sequence xn is Cauchy. Sequence xn Cauchy ആണ് എന്ന് assume ചെയ്യുന്നു. What is a Cauchy sequence? After a certain stage, the difference between the terms is less than any pre-assigned value. Sequence xn is a Cauchy. Then there exists a natural number, say h, such that modulus of xn minus xm less than delta for all nm greater than or equal to that particular stage. Sequence xn Cauchy implies there exists a natural number, say h, of delta. Given delta greater than delta ഒന്നുമില്ല, ഏത് ചെറിയ നമ്പർ തന്നാലും given delta greater than 0, there exists h of, നമ്മൾ എപ്സിലോൺ വെച്ചാണ് പഠിച്ചത്, പക്ഷെ നമുക്കതിനെ യൂണിഫോം കണ്ടിന്യൂറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏത് ചെറിയ നമ്പർ തന്നാലും there exists a stage h of delta element of the collection of natural numbers such that modulus of xn minus xm less than that pre-assigned small value less than delta for all nm after that stage. Difference between terms is approaching 0. So given any number, it is less than that given number. nm greater than or equal to epsilon ഉപയോഗിച്ചാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. ഞാനിപ്പോൾ h of delta എന്ന് വിളിക്കാം. Then this xn and xm Cauchy sequence in A ആണ് sequence xn and xm both are points of A. Then given that the function is uniformly continuous, f uniformly continuous എന്ന് തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്നതാ? whenever xn minus xm less than delta, fxn minus fxm less than epsilon എന്നാണ് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇതുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ ആയിട്ട് യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് fxn മൈനസ് fxm fxn minus fxm less than epsilon for all nm. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാകുമ്പോൾ, ഇവർ വളരെ അടുത്താകുമ്പോൾ ടെൻസ് ടു 0, ലിമിറ്റ് ഓഫ് xn മൈനസ് un ടെൻസ് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ മോഡുലസ് ഓഫ് യൂണിഫോം കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡുലസ് ഓഫ് fxn മൈനസ് fxm ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h. ഇവിടെ വേണേൽ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ Cauchy ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏത് നമ്പർ തന്നാലും f യൂണിഫോംലി കൺവേർജന്റ് ആയതുകൊണ്ട് ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദിസ് ഇസ് വാലിഡ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ആപ്ലിക്കേഷൻ ആണിത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ fxn എന്ന് പറയുന്ന സീക്വൻസിന്റെ രണ്ട് ടേംസ് ആണിത്, fxn fxm എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഏത് പ്രീ അസൈൻഡ് ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഏത് പ്രീ അസൈൻഡ് നമ്പറിനേക്കാളും ചെറുതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ
fxn ഈസ് കോഷി എന്ന് നമുക്ക് ആർഗ്യൂ ചെയ്യാം. അപ്പോൾ അതാണ് കോഷി സീക്വൻസും യൂണിഫോം കണ്ടിന്യൂസ് ഫങ്ഷൻസും തമ്മിലുള്ള ഒരു ബന്ധം. ഈ ബന്ധം നമുക്ക് ആവശ്യം വരുന്ന അടുത്ത തിയറത്തിലേക്കാണ്. നെക്സ്റ്റ് തിയറം ഈസ് കോൾഡ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ തിയറം. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. ആ തിയറത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കോഷി പറഞ്ഞുകൊണ്ടിരുന്ന ലിപ്സിറ്റ്സ് കണ്ടീഷൻ ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് മാറി പെട്ടെന്ന് കോഷി സീക്വൻസും യൂണിഫോം കണ്ടിന്യൂസ് ഫങ്ഷൻസും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് വന്നത്. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ ഈ കോഷി സീക്വൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ അപ്പോൾ എന്തിനേയും എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന യൂണിഫോം കണ്ടിന്യൂറ്റി ആണ്. സപ്പോസ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ. ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ യൂണിഫോം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. then we can define f on the endpoints. f can be defined. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിരിക്കുന്നെങ്കിൽ f can be defined on at a and b. എൻഡ് പോയിന്റ്സ് എയിലും ബിയിലും നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ, ഇവിടെ എയിലും ബിയിലും ഫംഗ്ഷന് ഡെഫിനിഷൻ ഇല്ല, നമ്മൾ എയിലും ബിയിലും കൂടി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. then we can get an extension of f, and the extension of f is the function is uniformly continuous. extension uniformly continuous ആണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. extension of f is continuous extension തീരുന്നതാണ്, യൂണിഫോം എക്സ്റ്റൻഷൻ അല്ല. continuous on closed interval a b. ഇത് തിരിച്ചുകൊണ്ട് എക്സ്റ്റൻഷൻ എന്ന് പറയണ്ട, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ ഓപ്പൺ ഇന്റർവൽ എ ബിയിലേക്കുള്ള റെസ്ട്രിക്ഷൻ എന്തായാലും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് തിരിച്ചും പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിലൊരു പാർട്ട് വളരെ എളുപ്പമാണ്. ഏതാ? സഫിഷ്യന്റ് പാർട്ട്. സഫിഷ്യന്റ് പാർട്ടിന്റെ പ്രൂഫിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എക്സ്റ്റൻഷൻ ഓഫ് എഫ് തന്നിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എയിലും ബിയിലും എക്സ്റ്റെൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് എഫിൽ നിന്ന് തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ എക്സ്റ്റൻഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് യൂണിഫോംലി കണ്ടിന്യൂസും ആയിരിക്കുമല്ലോ. ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഓപ്പൺ ഇന്റർവൽ എ ബിയിലേക്കുള്ള റെസ്ട്രിക്ഷൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറയുന്നത് എന്താ? എഫിനെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എയും ബി എന്ന് പറയുന്ന പോയിന്റിലെ വ്യത്യാസമുള്ളൂ. അത് നമ്മുടെ ഫംഗ്ഷൻ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ അതും എക്സ്റ്റൻഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ആ ഫംഗ്ഷൻ റെസ്ട്രിക്ട് ചെയ്താലും അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ അത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയേണ്ട കാര്യം കൂടി ഇല്ല. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലായതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അതിനെ നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്താൽ എയും ബി എന്നുള്ള പോയിന്റ്സ് എടുത്തു കളഞ്ഞുള്ളൂ. ഫംഗ്ഷൻ ഒരു വലിയ സ്ഥലത്ത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സബ്സെറ്റിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷനും ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതാണ് തിയറത്തിന് സഫിഷ്യന്റ് പാർട്ട്. വളരെ ഈസിയാണ്. ഫംഗ്ഷന്റെ എക്സ്റ്റൻഷനും റെസ്ട്രിക്ഷനും ഒക്കെ ഉള്ളൂ. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മുടെ തിയറവും നമ്മൾ അപ്ലൈ ചെയ്തു. ദെൻ വി ഹാവ് ടു പ്രൂവ് ദ കോൺവേഴ്സ് പാർട്ട്. ഇപ്പൊ പറഞ്ഞതിന്റെ കോൺവേഴ്സ് ഓർ ദ നെസസറി പാർട്ട്. എന്താ അവിടെ? എന്താ? യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷനോട് ഓപ്പൺ ഇന്റർവൽ എ ബി തന്നിട്ടുണ്ട്. നമുക്കതിനെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലേക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, യൂണിഫോംലി ആകണമെന്നില്ല, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട്. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ സീക്വൻസ് ആണ് ഡെഫിനിഷനിലേക്ക് ഉപയോഗിക്കുന്നത്. സീക്വൻസിൽ കോഷി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യേണ്ട. സീക്വൻസ് എക്സൻ കോഷി ആണെങ്കിൽ സീക്വൻസ് എഫ് എക്സൻ കോഷിയാണ് എന്നുള്ള നമ്മളുടെ തൊട്ട് മുമ്പിലത്തെ തിയറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കോഷി സീക്വൻസും യൂണിഫോം ഫംഗ്ഷൻസും
യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് വി ഹാവ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. അതിൻ്റെ ഒരു പാർട്ട് വളരെ എളുപ്പത്തിൽ ഫംഗ്ഷൻസിൻ്റെ എക്സ്റ്റൻഷൻ റെസ്ട്രിക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ കോഷി യൂണിഫോം കണ്ടിന്യൂറ്റി തമ്മിലുള്ള ബന്ധം ഉപയോഗിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് കാണാം. നിങ്ങളതുവരെയുള്ള നോട്ട്സ് എഴുതുക, പഠിക്കുക. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറവും ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ സെക്കൻഡ് ഡി സിയുടെ ക്ലാസ്സുകളും റെഗുലറായിട്ട് ഫുൾ ടൈം നടക്കുകയും അവിടെ ക്ലാസ് എടുക്കാൻ 1-2 ടീച്ചേഴ്സേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും ചില സമയങ്ങളിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. അത് മറ്റ് സമയങ്ങൾ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കിട്ടുന്നതനുസരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റിന് എനിക്ക് എല്ലാം കൂടി പോസിബിൾ ആവാത്ത സമയത്താണ് അങ്ങനെ സംഭവിക്കുക. പക്ഷെ എനിക്ക് സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾ കമൻസും കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നറിയാനുള്ളൊരു മാർഗ്ഗമാണ്. അതും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.